ഹലോ കൂട്ടുകാരെ, ട്രിഗ്നോമെട്രി 101 കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ട്രിഗ്നോമെട്രിക് റേഷ്യോസും അത് തമ്മിലുള്ള റെസിപ്രോക്കൽ റിലേഷനുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും എങ്ങനെയാണ് സൈനിൻ്റെയോ കോസിൻ്റെയോ ടേംസിലോട്ട് മാറ്റുന്നത് എന്നാണ്. നമുക്ക് നോക്കാം. നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ ABC കൺസിഡറിങ് ആംഗിൾ C, AB ഈസ് ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് BC ഈസ് അഡ്ജസൻറ്റ് സൈഡ്, AC ഈസ് ഹൈപ്പോട്ടന്യൂസ്. ഇതെല്ലാം നേരത്തെ പഠിച്ചതാണ്. സൈൻ, കോസ്, ടാൻ, കൊസിക്, സീക്ക് ആൻഡ് കോട്ട്. ഇതാണല്ലോ നമ്മുടെ റേഷ്യോസ്. ഇനി ആംഗിൾ C തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസിക് തീറ്റ, സീക്ക് തീറ്റ, കോട്ട് തീറ്റ. എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിലോട്ട് മാറ്റാം. എന്തിനാണ് എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിലോട്ട് മാറ്റുന്നത്? ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടായിരിക്കും, ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ LHS = RHS എന്ന് പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാ റേഷ്യോസും മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ ഈസി ആയിട്ട് എല്ലാ റേഷ്യോസും സൈനിൻ്റെയോ കോസിൻ്റെയോ ടേംസിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ സൈനും കോസും വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ സൊല്യൂഷൻസ് ഈസി ആവാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. സൈൻ തീറ്റ തന്നെ, അതിന് ഇനി ടേംസിലോട്ട് മാറ്റാനൊന്നുമില്ല. അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കുമല്ലോ കൊസീക് തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് 1/sin തീറ്റ എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി റെസിപ്രോക്കൽ റിലേഷനിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ്. കോസ് തീറ്റ തന്നെ, കോസിൻ്റെ ടേംസിലോട്ട് മാറ്റാനായിട്ട് 1/cos തീറ്റ എന്ന് എഴുതിയാൽ മതി അല്ലേ. അടുത്തത് ടാൻ തീറ്റ സൈൻ്റെയോ കോസിൻ്റെയോ ടേംസിലോട്ട് എഴുതാനായിട്ടാണെങ്കിൽ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ടാൻ തീറ്റ = സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. എങ്ങനെയാണ് ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആയത്? നോക്കാം. നമുക്ക് സൈൻ തീറ്റ = ഓപ്പോസിറ്റ് സൈഡ് ബൈ